അപ്രതീക്ഷിതമായ ആക്രമണം നടത്താൻ മാത്രമല്ല, രാജ്യത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളെ ശത്രുവിന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിയും. അതായത് 1971 യുദ്ധസമയത്ത് പാകിസ്ഥാൻ വ്യോമസേന ആഗ്രയിൽ വ്യോമാക്രമണം നടത്തുമെന്ന റിപ്പോർട്ട് ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ ഇന്ത്യ പതറിയില്ല. എന്നാൽ പാക് ലക്ഷ്യത്തിൽ താജ്മഹലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിവേഗമായിരുന്നു ഇന്ത്യയുടെ നീക്കം. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ പെട്ടെന്നായിരുന്നു. സൈന്യത്തെ തയ്യാറാക്കുക മാത്രമല്ല, വ്യോമാക്രമണങ്ങൾക്കും ബ്ലാക്ക് ഔട്ടുകൾക്കും സാധാരണക്കാരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ബോംബുകളിൽ നിന്ന് താജ്മഹലിനെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഉന്നതതല തയ്യാറെടുപ്പുകളിലൊന്ന്. രാത്രിയിൽ പാകിസ്ഥാൻ ബോംബുകൾ താജ്മഹലിന് വളരെ അടുത്തുകൂടി വരെയും പോയി. 1971 ഡിസംബർ 3-ന് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് യുദ്ധം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ടത്. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നറിയപ്പെടുന്ന ആക്രമണം പടിഞ്ഞാറൻ മുന്നണിയിലെ ഒരു ഡസനിലധികം ഇന്ത്യൻ വ്യോമസേന സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ടായിരുന്നു. താജ്മഹലിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ആഗ്രയിലെ ഖേരിയ വ്യോമത്താവളമായിരുന്നു ലക്ഷ്യങ്ങളിലൊന്ന്. 2 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ റൺവേയിൽ ബോംബിട്ട് ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തി. ഇതോടെ ഇന്ത്യയിലെ അമൂല്യമായ സാംസ്കാരിക നാഴികക്കല്ലുകളുടെ സുരക്ഷ ആശങ്കയിലായി. താജ്മഹൽ പോലുള്ള പ്രധാന കേന്ദ്രങ്ങൾ ശത്രു വിമാനങ്ങൾക്ക് നാവിഗേഷൻ മാർക്കറുകളായി ഉപയോഗിക്കാമെന്ന് ഇന്ത്യ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. താജ്മഹൽ ആക്രമിക്കപ്പെട്ടാൽ ജനങ്ങളുടെ മനോവീര്യം തകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതികരണം വേഗത്തിലും തന്ത്രപരമായുമായിരുന്നു. ആക്രമണം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ താജ്മഹൽ ആകാശത്ത് നിന്ന് മറയ്ക്കാനുള്ള ദൗത്യം ആരംഭിച്ചു. അടുത്തുള്ള യമുനാ നദിയിലെ സസ്യജാലങ്ങളുമായി ഇഴുകിച്ചേരാൻ പച്ച നിറത്തിൽ ചായം പൂശിയ കൂറ്റൻ ടാർപോളിനുകൾ വെളുത്ത മാർബിൾ താഴികക്കുടത്തിനും മിനാരങ്ങൾക്ക് മുകളിൽ പൊതിഞ്ഞു. 8400 കിലോഗ്രാം ടാർപോളിനാണ് ആ മറയ്ക്കൽ ദൗത്യത്തിന് ഉപയോഗിച്ചത്. മാർബിൾ തറയിൽ ഉടനീളം മണൽ വിരിച്ച് അതിന്റെ സ്വാഭാവിക തിളക്കം കുറയ്ക്കുകയായിരുന്നു. എല്ലാ വൈകുന്നേരവും ലൈറ്റുകൾ അണയ്ക്കുകയും വിനോദസഞ്ചാരികളെ വിലക്കുകയും ചെയ്തു. ഈ ഒളിച്ചുകളി 2 ആഴ്ചയിലേറെ നീണ്ടു നിന്നിരുന്നു. യുദ്ധസമയത്ത് ആവർത്തിച്ചുള്ള ഏതൊരു വ്യോമാക്രമണത്തെയും തടയാൻ പര്യാപ്തമായിരുന്നു. താജ്മഹൽ മറക്കുന്നതിനോടൊപ്പം യുദ്ധസാധ്യതയുള്ള സാഹചര്യത്തെ അതിജീവിക്കാൻ സാധാരണക്കാർക്ക് പരിശീലനവും ലഭിച്ചു. ശത്രു പൈലറ്റുമാർ വെളിച്ചമുള്ള വീടുകൾ കാണുന്നത് തടയാൻ രാത്രി ലൈറ്റുകൾ അണയ്ക്കാനും ജനൽപ്പാളികൾ മറയ്ക്കാൻ പേപ്പർ ഉപയോഗിക്കാനും പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. സ്കൂളുകളിൽ എയർ റെയ്ഡ് റിഹേഴ്സൽ നൽകി. സൈറൻ ശബ്ദം കേട്ട് ബെഞ്ചുകൾക്ക് കീഴിൽ ഒളിച്ചിരിക്കാനോ അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടാനോ കുട്ടികളെ പഠിപ്പിച്ചു. ഓഫീസുകൾ നേരത്തെ അടയ്ക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ സൂര്യാസ്തമയത്തോടെ ജീവിതം നിലയ്ക്കുകയും ചെയ്തു. അക്കാലത്തെ മോക്ക് റെയ്ഡിനിടെ പുറത്തുനിന്ന് പിടിക്കപ്പെട്ടാൽ നിലത്ത് കിടക്കാനും ചെവി മൂടാനും പൗരന്മാരോട് പറഞ്ഞതായി വിരമിച്ച ഉദ്യോഗസ്ഥൻ RK ശർമ്മ പറയുന്നുണ്ടായിരുന്നു. താജ്മഹൽ പലതവണ മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. 2ാം ലോക യുദ്ധ സമയത്ത് ജാപ്പനീസ് ബോംബർ വിമാനങ്ങളിൽ നിന്നാണ് ഭീഷണി ഉയർന്നത്. അത് മറികടക്കാൻ 1942-ൽ താഴികക്കുടത്തിന് ചുറ്റും മുള കൊണ്ട് കെട്ടുകയായിരുന്നു. ആശയം ലളിതമായിരുന്നു. ആകാശത്ത് നിന്ന് നോക്കിയാൽ താജ്മഹൽ നിർമ്മാണ സാമഗ്രികളുടെ ഒരു ശേഖരം പോലെ കാണപ്പെടണം. തിളങ്ങുന്ന മാർബിൾ മന്ദിരം അപ്രതീക്ഷിതമാകണം. 2019-ൽ നടന്ന ബാലാകോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ കരുത്തറിയിച്ച തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 1947-ലെ ഇന്ത്യ വിഭജനത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് 1965-ലും 1971-ലും 1999-ലും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ സൈന്യങ്ങൾ മുഖാമുഖം വന്നു. 1947 ആദ്യ ഇന്ത്യ പാക് യുദ്ധം. ജമ്മു കാശ്മീരിനെ ആക്രമിച്ചു കീഴടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. 1947 ഒക്ടോബർ 22-ന് ആരംഭിച്ച യുദ്ധം 1949 ജനുവരി 5 വരെ നീണ്ടു. ശ്രീനഗർ പിടിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് 1965-ൽ 2ാം ഇൻഡോ പാക് യുദ്ധം. പിന്നീട് 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം. ശേഷം 1999-ലെ കാർഗിൽ യുദ്ധം. 2016-ൽ ഉറി ആക്രമണം. 2019-ൽ പുൽവാമ ആക്രമണവും. 1971-ലെ യുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വ്യോമാക്രമണമായിരുന്നു ഇത്.